بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام وأطعموا البائس الفقير صدق الله مولانا العلي العليم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12 മാസങ്ങളിൽ ചില മാസങ്ങൾക്ക് അല്ലാഹുവും റസൂലും പവിത്രതയും മഹത്വവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങൾക്കും അല്ലാഹുവും റസൂലും പവിത്രതയും മഹത്വവും നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പിറ കണ്ടത് പ്രകാരം അറഫാ ദിനവും പ്രഖ്യാപിച്ചു, ദുൽഹജ്ജിൻ്റെ 1 പ്രഖ്യാപിച്ചു. ഇന്ന് ദുൽഹജ്ജ് 1 സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയുടെ പ്രഖ്യാപനം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി പരിശുദ്ധവും പവിത്രവുമായ ദുൽഹജ്ജിൻ്റെ പ്രഥമ രാത്രി ആകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ദിവസങ്ങളിൽപ്പെട്ടതാണ് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ അല്ലാഹു തആല ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 പവിത്രമായ ദിനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഒന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം അല്ലാഹു വിശദീകരിക്കുമ്പോഴാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ കഅബ ലക്ഷ്യമാക്കിക്കൊണ്ട് തീർത്ഥാടനത്തിനെത്തിച്ചേരുന്ന ഹാജിമാരും ഹാജമാരും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന പവിത്രമായ പുണ്യഭൂമികളിൽ ഉള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കുന്ന കാര്യം പറയുമ്പോൾ ആ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് സംബന്ധമായിട്ട് ഇങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്. നിർണിതമായ ദിവസങ്ങളിൽ അല്ലാഹുവിനെ പ്രത്യേകമായി സ്മരിക്കുന്നതിനു വേണ്ടിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ സ്ഥലങ്ങൾ നേർക്ക് നേരെ കണ്ടു മനസ്സിലാക്കുന്നതിനു വേണ്ടിയുമാണ് ഹജ്ജിനായി വിളംബരം ചെയ്യേണ്ടത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഈ പറഞ്ഞ ആയത്തിലുള്ള ഫി അയ്യാമിൻ മഅലൂമാത്തിൻ ഏത് ദിവസങ്ങളാണ് എന്ന് ഖുർആനിൻ്റെ വിശദീകരണം നടത്തിയിട്ടുള്ള പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് നേർക്ക് നേരെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അവിടുത്തെ സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗത്ഭരായ സഹാബാക്കൾ ഇവിടെ പറഞ്ഞ ഫി അയ്യാമിൻ മഅലൂമാത്ത് നിർണിതമായ ദിവസങ്ങൾ എന്നത് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്, തഫ്സീർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് അല്ലാഹു വളരെയധികം പവിത്രതയും മഹത്വവും നൽകിയിട്ടുണ്ട് എന്നാണ്. മറ്റൊന്ന്, സൂറത്തുൽ ഫജ്റിൻ്റെ തുടക്കത്തിൽ മനുഷ്യരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും റബ്ബ് നിരീക്ഷണ കേന്ദ്രത്തിലായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ന സത്യം ഉത്ബോധിപ്പിക്കുന്ന സ്ഥലത്ത്
അള്ളാഹു സാക്ഷിയാക്കിയിരിക്കുന്നത്, സത്യം ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെയാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫജ്റിൻ്റെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നത്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും മനുഷ്യ, നിന്റെ നാഥൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മിർസാദ് എന്നാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ റഡാർ സംവിധാനം എവിടെയാണോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, ആ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്രത്തിനാണ് മിർസാദ് എന്ന അറബി ഭാഷയിൽ പറയുന്നത്. അഥവാ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്നും മറയാത്ത രീതിയിൽ എല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന പടച്ചതമ്പുരാൻ്റെ റഡാർ സംവിധാനം നീ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനോട് ഉത്ബോധനം നടത്തുമ്പോൾ ആ ഉത്ബോധനത്തിന് സാക്ഷിയായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്തത് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 രാത്രികളെയും പകലുകളെയുമാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, മാസങ്ങൾക്കും ദിവസങ്ങൾക്കും അല്ലാഹുവും റസൂലും പവിത്രതയും ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദിവസങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം സത്യവിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. എല്ലാ വർഷങ്ങളും നിങ്ങളോട് പറയുന്നതാണ്, ദുൽഹജ്ജ് മാസം കടന്നു വരുമ്പോൾ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ മഹത്വങ്ങളും പ്രതിഫലങ്ങളും, ആ ദിവസങ്ങളിൽ കർമ്മങ്ങൾ ചെയ്താൽ കിട്ടുന്ന കൂടുതൽ വർദ്ധിതമായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂലിയും നിങ്ങളെ ഉണർത്താത്ത ഒരു വർഷവും കടന്നുപോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള ഇമാമുകൾ ആ ദിവസങ്ങളുടെ മഹത്വം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട്. നാം ഈ കേൾക്കുന്ന ഉത്ബോധനങ്ങൾ കേവലം കേട്ടുകൊണ്ട് അതിനെ അവഗണിക്കാതെ ആ ദിവസങ്ങളുടെ മഹത്വവും ശ്രേഷ്ഠതയും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ കൂടുതലായി ചെയ്തുകൊണ്ട് ആ ദിവസത്തിൻ്റെ പവിത്രതയെയും ആ ദിവസത്തിൻ്റെ മഹത്വത്തെയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രത്തോളം മഹത്വമുള്ളത്? മഹാന്മാരായ മുഫസ്സിറുകൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം നടത്തിയിട്ടുള്ള പൂർവികരായ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം നടത്തിയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ 10 ദിവസങ്ങൾക്ക് റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിനങ്ങളെക്കാൾ കൂടുതൽ മഹത്വമുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിത ലോകത്ത് പരിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ധാരാളമായി നടന്നിട്ടുണ്ട്. ആ ചർച്ചകളുടെ കൂട്ടത്തിൽ ചില മുഫസ്സിറുകൾ പറയുന്നത് ഇങ്ങനെയാണ്: വഫല്ലലഹു കസീറുൻ അലാ ശരി റമളാനൽ അഖീർ, റമളാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങളെക്കാൾ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്, പവിത്രതയുണ്ട് എന്ന് ചില ഹദീസുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിറുകൾ അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ആ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. അത് പ്രകാരമാണ്: മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മാമിൻ അയ്യാമിൻ, ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ നിന്നും ഒരു ദിവസവുമില്ല
അൽ അമലു സ്വാലിഹു ഫീഹിന്ന, ആ ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നമ്മളോട് പറയുകയാണ്, ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ ഒരു ദിവസവുമില്ല. അപ്പോൾ ആ ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ അതിൽ റമദാൻ മാസത്തിലെ ഏറ്റവും പോരിശയുള്ളതായിട്ട് നാം മനസ്സിലാക്കിയിട്ടുള്ള, നാം കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്ന, നാം രാത്രികൾ ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്ത് കൊണ്ട് സജീവമാക്കി തീർക്കുന്ന ആ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളെക്കാൾ ശ്രേഷ്ഠത ഈ ദിനരാത്രങ്ങൾക്ക്, ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾക്കുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്നും മുഫസ്സിറുകൾ വായിച്ചെടുക്കുന്നത്, പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സംശയം ചോദിക്കുകയാണ്. ഖാലു, സഹാബാക്കൾ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് മറ്റു മാസങ്ങളിലും മറ്റ് ദിവസങ്ങളിലും നടത്തിയാൽ അതിനും ഈ ദിവസങ്ങളിൽ ഉള്ള അമലുകളെക്കാൾ ശ്രേഷ്ഠത ഇല്ലയോ റസൂലേ? സഹാബാക്കൾ ചോദിക്കുകയാണ്. മറ്റു മാസങ്ങൾ, ഉദാഹരണത്തിന് ഒരു ശവ്വാൽ മാസം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി ധീരോദാത്തനായ ഒരു യോദ്ധാവ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ജിഹാദിന് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയില്ലയോ എന്നാണ് സഹാബത്തിൻ്റെ സംശയം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംശയത്തിന് മറുപടി പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഇല്ല സ്വഹാബത്തെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റു മാസങ്ങളിൽ ജിഹാദ് ചെയ്യുന്നതിനും ഈ ദിവസങ്ങളിലുള്ള കർമ്മങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയില്ല. സഹോദരങ്ങളെ, ചിന്തിക്കണേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ, ഒരു യോദ്ധാവ്, ആ യോദ്ധാവ് അവൻ്റെ സ്വന്തം ജീവനും അവൻ്റെ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവാർപ്പണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു, എന്നിട്ട് രക്തസാക്ഷിത്വം വരിക്കുന്നു. അങ്ങനെയുള്ള രക്തസാക്ഷിക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. അതല്ലാത്ത കേവലം ജിഹാദ് മാത്രം, രക്തസാക്ഷിത്വമില്ലാത്ത ആ ജിഹാദ് മാത്രം മറ്റ് മാസങ്ങളിലും മറ്റ് ദിവസങ്ങളിലും നടത്തിയാലും ദുൽഹജ്ജ് മാസത്തിലെ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖണ്ഡിതമായി സഹാബത്തിൻ്റെ സംശയത്തിന് നിവാരണമായിട്ട് പറഞ്ഞ സഹീഹായ ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ വേറെയും പല ഹദീസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസും കൂടി മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അൻ യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദിൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലുള്ള ഇബാദത്ത് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പടച്ച തമ്പുരാൻ എല്ലാ ഇബാദത്തുകളും, അവൻ്റെ ദാസന്മാരുടെ എല്ലാ ഇബാദത്തുകളും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസങ്ങൾക്കുള്ള പവിത്രതയും മഹത്വവും നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. ഈ ദിവസങ്ങളിലുള്ള ഇബാദത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് നബി തങ്ങൾ വിശദീകരിക്കുകയാണ്, യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ, ഈ 10 ദിവസങ്ങളിൽ ആദ്യത്തെ 9 ദിവസം നോമ്പ് പിടിക്കാം. പെരുന്നാളിൻ്റെ ദിവസം മാത്രമേ നോമ്പ് ഹറാമുള്ളൂ. അറഫയുടെ ദിവസം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യകരമാണ്. 1 മുതൽ ദുൽഹജ്ജിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ 9-ാമത്തെ ദിവസം വരെയും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നോമ്പ് പിടിക്കുമായിരുന്നു എന്ന് അവിടുത്തെ പത്നിമാർ പറഞ്ഞതായി ഹദീസിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹിജ്ജിൻ്റെ 9 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നു എന്ന്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്,
ഈ ദിവസങ്ങളിലുള്ള ഓരോ നോമ്പും യഅദിലു അത് തുല്യമാകുന്നതാണ് ബിസിയാമിസ്സന ഒരു വർഷത്തെ നോമ്പിനോട്. ഓരോ ദിവസത്തെയും നോമ്പാണ്. ദുൽഹജ്ജ് 8-ന് ഒരാൾ നോമ്പ് പിടിക്കുന്നു, അല്ലെങ്കിൽ 7-ന് പിടിക്കുന്നു, അല്ലെങ്കിൽ 6-ന്, 1-ന്, 2-ന്, 3-ന്. ഏത് ദിവസമാണോ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ ഒരടിമ നോമ്പ് പിടിക്കുന്നത്, എന്നാൽ അവൻ്റെ കർമ്മ പുസ്തകത്തിൽ വരവ് വെക്കപ്പെടുന്നത്, അവൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുന്നത് ഒരു വർഷത്തെ നോമ്പാണ്. സഹോദരങ്ങളെ ഒന്ന് ഓർത്ത് നോക്കുക. ഒരു ദിവസം നോമ്പ് പിടിക്കുന്നതിലൂടെ ഒരു വർഷത്തെ നോമ്പ് അറബി മാസം അനുസരിച്ചും ഇംഗ്ലീഷ് മാസം അനുസരിച്ചും കുറച്ച് ദിവസങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുമല്ലോ. നമുക്കൊരു 360 ഇട്ട് കൂട്ടാം. 360 ദിവസം നോമ്പ് പിടിച്ചതിൻ്റെ കൂലിയാണ് ഈ പരിശുദ്ധമായ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ ഒരു ദിവസം ഉള്ള നോമ്പിന് പ്രതിഫലമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് നബി തങ്ങൾ പറയുന്നു, വഖിയാമുൽ കുല്ലി ലൈലത്തിൻ മിൻഹാ, ആ ദിവസങ്ങളിലെ രാത്രികളിൽ അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, നിസ്കരിക്കുക എന്നുള്ളത് ബിഖിയാമി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഇബാദത്ത് കൊണ്ട് സജീവമാക്കുന്നതിന് തുല്യമാണ് എന്ന്. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വവും പോരിഷയുമൊന്നും ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മാസം 1000 മാസങ്ങളെക്കാൾ എന്നാണ്. 1000 മാസം തന്നെയാകുമ്പോൾ 84 വർഷവും 83 വർഷവും 4 മാസവുമാവും. സഹോദരങ്ങളെ, ഒരു രാത്രി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഈ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ള പവിത്രതയും അതിൽ ചെയ്യുന്ന അമലുകൾക്കുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതിഫലവും 2 ഹദീസുകളിലൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ഹദീസുകളെ വെച്ചുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിലുള്ള ഇബാദത്തിന് ഇത്രത്തോളം ശ്രേഷ്ഠത ലഭിക്കാനും ഈ ദിവസങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യവും പവിത്രതയും മഹത്വവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവാനും കാരണം എന്താണ് എന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബിൽപ്പെട്ട മുഹദ്ദിസീങ്ങളിൽ, ഹദീസിൻ്റെ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. സഹീഹുൽ ബുഖാരിക്ക് അദ്ദേഹം വിശദമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫത്ഹുൽ ബാരി. ആ ഫത്ഹുൽ ബാരിയിൽ മഹാനവറുകൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഈ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഇത്രത്തോളം പോരിശയും ശ്രേഷ്ഠതയും ഉണ്ടാവാനുള്ള കാരണങ്ങൾ അത് മറ്റൊന്നുമല്ല, ഉമ്മഹാത്തുൽ ഇബാദത്ത് എന്ന് ഇസ്ലാമിക കർമ്മ ലോകത്തറിയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സമഞ്ജസമായി സമ്മേളിക്കുന്നത് ഈ 10 ദിവസങ്ങളിലാണ് എന്നാണ് മഹാനവറുകൾ അതിൻ്റെ വിശദീകരണമായിട്ട് പറയുന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അന്ന സബബ ഫിംദിയാസി അശ്രി ദിൽ ഹജ്ജത്തി ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫീഹി വഹിയ അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജു വലാ യതഅത്താ ദാലിക ഫീ ഗൈരിഹി. ഫത്ഹുൽ ബാരിയിലുള്ള ഇബാറത്താണ് ഞാൻ വായിച്ചത്. മഹാനവറുകൾ പറയുന്നത് ഇങ്ങനെയാണ്, അന്ന സബബ ഫിംദിയാസി അശ്രി ദിൽ ഹിജ്ജ, ദുൽഹിജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഉള്ള മഹത്വവും പവിത്രതയും ഇത്രയും കൂടുതൽ ഉണ്ടാവാൻ കാരണം ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫീഹി, ആ ദിവസങ്ങളിലെ ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്നറിയപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും സമഞ്ജസമായി സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം. വഹിയ അതേതൊക്കെയാണ്? അസ്സലാത്തു വസ്സദഖത്തു വസ്സിയാമു വൽ ഹജ്ജു. പവിത്രമായ ഇസ്ലാമിലെ കർമ്മങ്ങൾ എന്താണെന്ന് ചുരുങ്ങിയ വാചകങ്ങളിലൂടെ റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഷഹാദത്താണെങ്കിൽ, രണ്ടാമത്തത് സ്വലാത്താണ്, നിസ്കാരമാണ്, അടുത്തത് സദഖയാണ്, സക്കാത്താണ്, അടുത്തത് നോമ്പാണ്, റമദാൻ മാസത്തിലെ മറ്റൊന്ന് ഹജ്ജാണ്. യഥാർത്ഥത്തിൽ ഈ നോമ്പും ഹജ്ജും ഈ സദഖയും സക്കാത്തും എല്ലാം നിസ്കാരവും എല്ലാം ഈ പവിത്രമായ ദിനങ്ങളിൽ ഇടമുറിയാതെ നടക്കുന്നുണ്ട്.
അത് ഹജ്ജ് കർമ്മങ്ങളുടെ ഇടയിലും നടക്കുന്നുണ്ട്, നാട്ടിൽ കഴിഞ്ഞുകൂടുന്ന സാധാരണ സത്യവിശ്വാസികളുടെ ഇടയിലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രത്തോളം പവിത്രതയും മഹത്വവും ഉള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ഓരോരുത്തരും ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി നാം കഴിഞ്ഞുകൂടേണ്ടത്. എല്ലാ വർഷവും നമ്മളിത് കേട്ടിട്ട് നമ്മൾ പഴയ രീതിയിൽ മുമ്പോട്ട് ജീവിച്ചു പോകും. അതിനൊരു മാറ്റം, ഒരു പരിവർത്തനമുണ്ടാക്കാൻ നമുക്കൊരു ശ്രമം നടത്തിക്കൂടെ? നല്ല നീയത്ത് അതുകൊണ്ട് എല്ലാവരും വെക്കുവേൻ. അള്ളാഹു വേണ്ടുക വെച്ചാൽ ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി ദുൽഹജ്ജ് മാസത്തിൻ്റെ 1-ാമത്തെ രാത്രി നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. ആ രാത്രിയെ നമ്മൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ആധ്യാത്മിക ഗുരുക്കൾ, തസവ്വുഫിൻ്റെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേതാണ്? സൂറത്തുൽ മുൽക്ക്. ഒരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടായിരിക്കണമെന്ന, എല്ലാ രാത്രിയും അത് പാരായണം ചെയ്യൽ പ്രത്യേകമായ സുന്നത്താണ്, പ്രത്യേകമായ വിറുതുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ്റെ മരണത്തിനു ശേഷം അവൻ്റെ ഖബറിൽ ഉപകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലാർഹമായ ഒരു സൂറയാണ് സൂറത്തുൽ മുൽക്ക്. അത് ഈ പരിശുദ്ധമായ പവിത്രമായ മാസത്തിൻ്റെ പ്രഥമ രാത്രിയിൽ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം ഈ രാത്രിയെ വരവേൽക്കേണ്ടത് എന്ന് തസവ്വുഫിൻ്റെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആത്മസംസ്കരണത്തിനു വേണ്ടി നമുക്ക് ഉപദേശം നൽകിയിട്ടുള്ള പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലുള്ള എല്ലാ രാത്രിയിലും അള്ളാഹു സത്യവും സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടി തിരഞ്ഞെടുത്ത സൂറത്താകുന്ന വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 1.5 പേജ് മാത്രമുള്ള ഒരു സൂറ, അല്ലെങ്കിൽ 1.5 പേജ് മാത്രമുള്ള ഒരു സൂറത്താണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നുള്ള സൂറത്ത്. ആ സൂറത്തും ഈ 10 രാത്രികളിലും ഓതിക്കൊണ്ടായിരിക്കണം ഈ പവിത്രമായ ദിനരാത്രങ്ങളെ വരവേൽക്കേണ്ടതെന്ന് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, അറിയാവുന്നവർ ആ വിഷയത്തിൽ പിന്നാക്കം പോകരുത്. എല്ലാവരും താല്പര്യത്തോടുകൂടി ഈ 2 സൂറത്തുകൾ ഓതാൻ ശ്രമിക്കുക. വീട്ടിൽ മറ്റുള്ളവരെ കൊണ്ട് ഓതിപ്പിക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നിസ്കാരങ്ങളിൽ കൃത്യത പുലർത്തുക. ഫർദ് നിസ്കാരം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ളുഹാ, തഹജ്ജുദ് പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതിന് ഇതുപോലെയുള്ള പവിത്രമായ ദിനരാത്രങ്ങൾ നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കുക, ഉപകാരപ്പെടുത്തുക, ഫലപ്രദമാക്കി തീർക്കുക. അതുപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫാക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ, അത് രാത്രിയാകട്ടെ പകലാകട്ടെ, നിങ്ങൾ അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും പ്രകീർത്തിക്കുകയും അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണം. കാരണം ഹജ്ജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ബഖറയുടെ ആ ഭാഗത്തിൽ കൂടുതലായിട്ടും പറയുന്നത് ദിക്റിൻ്റെ കാര്യമാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എത്ര ലളിതമായ, നാവുകൊണ്ട് എളുപ്പം പറയാൻ പറ്റുന്ന ദിക്റുകളാണ്. നമ്മൾ എന്തെല്ലാം ദുനിയാവിൻ്റെ സംസാരങ്ങളാണ് സംസാരിക്കുന്നത്, ആവശ്യമുള്ളതും അനാവശ്യമായതുമായിട്ട് എന്ത് സംസാരങ്ങളാണ്. നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ സംസാരങ്ങൾ മുഴുവനും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും മനസ്സുരുത്തി ഒന്ന് കേട്ടു നോക്കാൻ തയ്യാറായാൽ
നമുക്ക് മനസ്സിലാകും, ബോധ്യപ്പെടും. എൻ്റെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നന്മകളാണോ എൻ്റെ ഈ എല്ലില്ലാത്ത നാക്കിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്? എന്നെ നാളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമായി തീരുന്ന എൻ്റെ ഈ നാവിൽ നിന്നും കൂടുതലായി വന്നിട്ടുള്ളത് തെറ്റുകുറ്റങ്ങൾ ഉൾപ്പെടുന്ന സംസാരമാണോ? അതല്ല അള്ളാഹുവിനും അവൻ്റെ മലക്കുകൾക്കും തൃപ്തിപ്പെടുന്ന സംസാരമാണോ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നു, എൻ്റെ സ്വന്തം നഫ്സിനോടും പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. സംസാരങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം 4 കലാമുകളാണ്, 4 വചനങ്ങളാണ്. അതിൽ ഒന്നാമത്തത് സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തത് വൽഹംദുലില്ലാ അൽഹംദുലില്ലയാണ്, മൂന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാലാമത്തത് അല്ലാഹു അക്ബർ ആണ്. ഇത് ഏതുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം, ഏതുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അവസാനിപ്പിക്കാം എന്നും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സദക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉദ്ഹിയ. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ നമ്മളെല്ലാ വർഷവും നമ്മുടെ മഹല്ലടിസ്ഥാനത്തിൽ ആ ഉദ്ഹിയ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി എല്ലാവരും അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പരിപാലന സമിതി അറിയിച്ചിട്ടുള്ളത് 4 ഉരുക്കളെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഷെയറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി 5 ഷെയറുകൾ കൂടി ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഉദ്ഹിയ കർമ്മം നിർവഹിച്ചതുപോലെ നല്ല നിലയിൽ നിർവഹിച്ച് നമ്മുടെ മഹലിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാവർക്കും ആ ബലിമാംസം, ഉദ്ഹിയയുടെ മാംസം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാംസമാണല്ലോ, അതെത്തിക്കാൻ കഴിയുമെന്നാണ് ജമാഅത്ത് പരിപാലന സമിതി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി 5 ഷെയറും കൂടെ മതി. അപ്പോൾ ഒന്നും കൂടിയൊക്കെ വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു 5 ഷെയറും കൂടി പൂർത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ആ ഉരുക്കളെ അത്രയും നമ്മുടെ മഹലിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചേർന്നുകൊണ്ട് ആ പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകരമായ കർമ്മം നിർവഹിക്കാൻ ഒന്നുകൂടി താല്പര്യം കാണിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ പോരിശയും മഹത്വമൊന്നും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലല്ലോ. എന്നാൽ തന്നെയും നിബിധങ്ങൾ പറഞ്ഞെന്താ, ലാ ഇന്നൽ ഉദ്ഹിയത്ത, നല്ലവണ്ണം അറിയുക സമുദായമേ, തീർച്ചയായും ബലി എന്നുള്ള ആ കർമ്മം മിനൽ അമാൽ മുൻജിയത്തി, അത് രക്ഷപ്പെടുത്തുന്ന അമലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. തുഞ്ചി സ്വാഹിബഹ മിൻ ശർരി ദുനിയാ വൽ ആഖിറ, ഇഹ പരത് വിപത്തുകളിൽ നിന്നും ആ കർമ്മം രക്ഷപ്പെടുത്തുമെന്ന. സഹോദരങ്ങളെ, അങ്ങനെ നിയത്താക്കി നമ്മൾ ചെയ്തു നോക്ക്. നമുക്ക് അള്ളാഹു എന്തെങ്കിലും പരീക്ഷണങ്ങളുമൊക്കെ, വിപത്തുകൾ, ഷർറുകൾ, ബലാഹുകൾ, മുസീബത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു വർഷത്തിൽ പടച്ചതമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കുമെന്ന ഹബീബായ നബിയ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാ വർഷവും ഉദ്ഹിയ കൊടുക്കാൻ തയ്യാറായത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ അടുത്ത ദിവസം വന്നൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നമ്മൾ ഇടുക്കി ജില്ലയിൽ കുമളിക്ക് അടുത്തുള്ളൊരു പ്രദേശത്ത് ഒരു പള്ളിയിൽ ഉസ്താദന്മാർക്ക് ഭക്ഷണം എടുത്തു കൊടുത്തുകൊണ്ട് ഉപജീവനം മാർഗം കണ്ടെത്തുന്ന ഒരു സാധുവായ മനുഷ്യൻ. ആ സാധുവായ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു വർഷം ബലിപ്പെരുന്നാൾ കഴിയുമ്പോൾ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ പോയി മാർക്കറ്റിൽ പോയി 1 വയസ്സുള്ള ഒരു പോത്തിന്, ഒരു ഉരുവിനെ വാങ്ങും. എന്നിട്ട് അദ്ദേഹം അത് വളർത്തി അതിനെ നല്ലവണ്ണം പരിപാലിച്ച് അടുത്ത ബലിപ്പെരുന്നാൾ ദിവസമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അറുത്തു കൊടുക്കും. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്ക്, ഭക്ഷണമെടുക്കാൻ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാധുവായ മനുഷ്യന് കിട്ടുന്ന തുച്ഛമായ വരുമാനം എത്രയായിരിക്കുന്നു? പക്ഷേ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ്, എല്ലാ വർഷവും നബിതങ്ങൾ കൊടുത്ത തിരുസുന്നത്ത് എനിക്ക് പിൻപറ്റണം, അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയാൽ പിന്നെ തൗഫീഖ് അള്ളാഹു നൽകും. എത്ര ദരിദ്രനായ മനുഷ്യനും അള്ളാഹു തൗഫീഖ് നൽകും. അത് ഓരോ വർഷം, എത്രയോ വർഷം കൊണ്ട് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആ വാർത്ത. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊന്ന് തയ്യാറാകുക, നല്ല നിയത്തോടുകൂടി. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി നമ്മുടെ ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് സമാഗതമാകുകയാണ്. എല്ലാവരും എല്ലാ അർത്ഥത്തിലും നന്നാവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.